അദ്ദേഹം പറഞ്ഞു അന്നഹും അസ്നാമ, ഈ ബിംബങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ വെച്ചിരുന്നു. വല്ലൗസാന, വിഗ്രഹങ്ങളെയും അവർ വെച്ചു. അല സുവരി അംബിയ ഇൻവാക്കാബി, അവരുടെ നേതാക്കന്മാരുടെയും ഒക്കെ രൂപമാതൃകയിൽ അവർ സംവിധാനിച്ചു. അപ്പൊ വിഗ്രഹം വെച്ചു. ആ വിഗ്രഹം വെച്ചുകൊണ്ട് അവരെ സംവിധാനിച്ച് മക്കയിലെ മുശ്രിക്കുകൾ ഇബാദത്തെടുത്തു. എന്നിട്ട് അന്നഹും മതസ്തഗലൂബി ഇബാദത്തി ഹാദിഹി തമാസീനി, ഈ വിഗ്രഹങ്ങൾക്ക് ആരാധന സമർപ്പിച്ചാൽ, ഇമാം റാസി പറയാണ് അന്നഹും മതസ്തഗലൂബി ഇബാദത്തി ഹാദിഹി തമാസീനി, ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കൽ കൊണ്ട് അവർ ജോലിയായാൽ അവ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഇതാ ഇമാം റാസി പറയുന്നത്. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ വെച്ച് അതിന് ആരാധന ചെയ്തിരുന്നതിന്റെ ഒരു പകർപ്പ് പറയുകയാണ് ഇമാം റാസി. നെളീറു എന്ന് പറഞ്ഞാൽ നെളീര് പറഞ്ഞ അതിന്റെ പകർപ്പാണ്, അല്ലാതെ അതിന്റെ നെളീര് അതിന്റെ തുല്യമായത് ഇതിന്റെ ഇതുപോലത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം ഇതുപോലെ ആവണം, അപ്പോഴേ ഇതുപോലത്തെ വരും. ഈ ചെറിയ ബോക്സ് ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ നടക്കൂല. നെളീറാകണമെങ്കിൽ ഇത് രണ്ടും ഒരുപോലെയാണ്, അല്ലെങ്കിൽ കള്ളുടെയും കയ്യോട്ടമാര് ഇങ്ങനെ പോകുള്ളൂ, ഇങ്ങനെ ആവൂല. നെളീറ് എന്ന് പറയണമെങ്കിൽ അതിന് സമാനമായതായിരിക്കണം സഹോദര. അപ്പോ എന്തായിരിക്കണം? ഇബാദത്തിന്റെ പരിധിയായ ഇബാദത്തായ രൂപത്തിലുള്ള ഖബറുകളെ കുറിച്ചുള്ള പരാമർശമാണ്, ഖബറിന്റെ താലീമിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തേത് അവിടെ പറഞ്ഞത് ഇഷ്തിഗാലു കസീരി മിനൽ ഖൽഖി, ഏതോ കുറെ പടപ്പുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സുന്നികൾ ചെയ്യുന്നതിനെ പറ്റിയല്ല. കസീർ മിനൽ മുസ്ലിമീനാന്നല്ല പറഞ്ഞിട്ടുള്ളത്, കസീർ മിനൽ ഖൽഖി, കുറെ പടപ്പുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ, അതിലാർക്കാ സംശയം? നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയി നോക്കി. നമ്മളെ കേരളത്തിൽ അത്ര സുലഭമല്ല. കേരളത്തിൽ നിന്നാണ് പുറത്ത് തമിഴ്നാട് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ ചില ആളുകൾ ചില കബറുകൾ കെട്ടിപ്പൊന്തിച്ച്, ചില അമുസ്ലിം സഹോദരങ്ങൾ അവർ അതിന്റെ പേരിൽ കെട്ടിയിരുന്ന് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന ചെയ്യുന്ന എത്രയോ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും. അത് കുറെ പടപ്പുകൾ ചെയ്യുന്നുണ്ട്, അതിൽ ആർക്കും തർക്കമില്ല. സുന്നികൾ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരാധന സമർപ്പിച്ചുകൊണ്ടോ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലുള്ള ആ ആദരവ് സമർപ്പിച്ചുകൊണ്ടോ ഉള്ള പ്രവർത്തനമല്ല ഇമാം റാസി പറയുന്നത്. മറിച്ച് മുസ്ലിമീങ്ങൾ മഹാത്മാക്കളുടെ ഖബറ്, ആ ഖബറിനെ സിയാറത്ത് ചെയ്യുകയും അതിനെ ആദരിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനമാണ് സുന്നികൾ ചെയ്യുന്നത്. അത് ഒരിക്കലും ശിർക്കല്ല. കാരണം എന്തുകൊണ്ട്? ഇതേ ഇമാം റാസി തന്നെ തന്റെ തഫ്സീറുൽ കബീറിന്റെ 30ാമത്തെ വാല്യത്തിൽ മഹാനവറുകൾ വിശദീകരിച്ചത് കാണാം. മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഖബറുകൾ അത് ബഹുമാനിക്കേണ്ടതാണ്, അത് ആദരിക്കേണ്ടതാണ് എന്ന് മഹാനായ ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുന്നികൾ ചെയ്തുകൊണ്ട് മഹാത്മാക്കളുടെ ഖബറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊരിക്കലും ഈ റാസി പറഞ്ഞ ശിർക്കാണ് എന്ന് പറഞ്ഞ പ്രവർത്തനത്തിൽ പെട്ടതല്ല. പിന്നെയോ ശിർക്കാകുന്ന പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനയുടെ പരിധിയിൽപ്പെട്ട ബഹുമാനാദരവാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ബഹുമാനം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ആരാധനയുടെ പരിധിയിൽപ്പെട്ട ബഹുമാനമുണ്ട്, അല്ലാത്ത ബഹുമാനവുമുണ്ട്. മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ ബഹുമാനിച്ചിരുന്നു, അത് ആരാധനയുടെ പരിധിയിൽപ്പെട്ട ബഹുമാനമാണ്. എന്താ കാരണം? അത് മഅബൂദാണ്, ഇലാഹാണ്, ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ബഹുമാനമാണ്. അതേ അവസരത്തിൽ നമുക്കറിയില്ലേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിരുന്നു സ്വഹാബത്ത്, അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. ആ സ്വഹാബത്ത് ബഹുമാനിച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇലാഹാണെന്നോ ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ കരുതിക്കൊണ്ടല്ല, വിശ്വസിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ആ ആദരവ് ആരാധനയുടെ പരിധിയിൽ, റസൂലുള്ളാഹി തങ്ങളെ ആരാധിക്കുന്നതിന്റെ പരിധിയിൽ പെടുന്നുമില്ല. അപ്പോ ആരാധനയായ ബഹുമാനം, താളീം, അത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നതിന്റെ പകർപ്പിനെ കുറിച്ചാണ് ഇമാം റാസി പറയുന്നത്. അല്ലാതെ സുന്നികൾ മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നുകൊണ്ട് മഹത്തുക്കളുടെ അരികിൽ ചെന്നുകൊണ്ട് അവരോട് ഇസ്തിഗാസ നടത്തുന്നതിനെ കുറിച്ചല്ല. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പ്രവർത്തനത്തിന്റെ സമാനമായ പ്രവർത്തനം അത് സുന്നികൾ ചെയ്യുന്ന, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമല്ല. ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില ആളുകൾ ഏതൊക്കെയോ ചില പടപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ചർച്ചയും ഇല്ല.